വെൽക്കം ടു എക്സൽ പി എസ് സി. 27 മെയ് 2025 നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ 57/2025 M. ചോദ്യത്തിലേക്ക് കിടക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. വായിക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തെ ശരിയായ പോയിൻ്റ്, ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ആയിരുന്നു. മൂന്നാമത്തെ ശരിയായ പ്രസ്താവന വായിക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹം ആണ്. രണ്ടാമത്തെ ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക എന്നതാണ്. ഉത്തരം വായിക്കാം. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഇത്രയുമാണ് ശരിയായ ഗ്രന്ഥങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം വായിക്കാം. പൊടവര കുഞ്ഞമ്പു നായർ. രണ്ടാമത്തെ ആൾ കോയിത്താറ്റിൽ ചിരുകണ്ഠൻ. മൂന്നാമത്തെ ആൾ ചൂരിക്കാടൻ. മൂന്നാമത്തെ ആൾ പള്ളിക്കൽ അബൂബക്കർ. ഉത്തരം ഒന്നുകൂടി വായിക്കാം. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, അടുത്തത് പള്ളിക്കൽ അബൂബക്കർ. ഇനി നാലാമത്തെ ചോദ്യം, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം, USA 16ാമത് പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൻ. അടുത്തത് 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മൂന്നാമത്തെ ശരിയായ പ്രസ്താവന 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അഞ്ചാമത്തെ ചോദ്യം, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം വായിക്കാം. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. അടുത്ത ശരിയായ ഉത്തരം, മനുഷ്യൻ്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ആറാമത്തെ ചോദ്യം, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവനകൾ ശരിയായത് നോക്കാം. ആദ്യത്തേത്, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. അടുത്ത ശരിയായ പ്രസ്താവന, 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അടുത്ത ശരിയായ പ്രസ്താവന, പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഏഴാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളിലേക്ക് കടക്കാം. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ആദ്യത്തെ പോയിൻ്റ്. രണ്ടാമത്തെ ശരിയായ പ്രസ്താവന, കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. കോസി ബീഹാറിലെ കരകവിഞ്ഞൊഴുകുന്നൊരു നദിയാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, ഗൾഫ് സ്ട്രീം എന്ന വേഗമേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അതിനുത്തരം അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരം ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, രണ്ടാമത്തേത് അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, അതിനെ നേരെ വന്നിരിക്കുന്ന ഹരിക്കെയിൻ, അടുത്തത് ചൈന കടൽ, പസഫിക് സമുദ്രം, അതിനുത്തരമായിട്ട് വന്നിരിക്കുന്നത് ടൈഫോൺ.
റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളമാണ്. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത്? അതിനുത്തരം പാമ്പാടും ചോല നാഷണൽ പാർക്ക്. ധാരാതലീയ ഭൂപടത്തിൽ അടുത്തതായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചെരിവിനെയാണത്. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ് അറിയപ്പെടുന്നത്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം നോക്കാം. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 1970 കാലയളവിലാണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? അതിനുത്തരം സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം വായിക്കാം. നിയമനിർമ്മാണ സഭ, അത് ബ്രിട്ടൻ. 2 സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അമേരിക്ക. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ്. പിന്നെ 4-ാമത്തേത് നിർദ്ദേശക തത്വങ്ങൾ, അയർലൻഡ്. 21-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അതല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അതിൽ ഉത്തരം 1978 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം വായിക്കാം. 42-ാമത് ഭേദഗതി, അത് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 2-ാമത്തേത് 86-ാമത് ഭേദഗതിയാണ്. അത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അടുത്തത് 73-ാമത് ഭേദഗതി, അതിന് പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണത്. ഇനി 4-ാമത്തേത് 52-ാമത് ഭേദഗതി, അത് കൂറുമാറ്റ നിരോധന നിയമം. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. അടുത്ത 23-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഐത്താചാര നിർമ്മാർജ്ജനം. താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അതല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. പ്രസ്താവനകൾ നോക്കാം. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻറ്റും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയും ആണ്. ഇനി അടുത്ത ശരിയായ പ്രസ്താവന, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. 25-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അത് വനമാണ്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക എന്നതിന് ഉത്തരം വനം ആണ്. അതിന് ഉത്തരം. 26-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അതല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം.
അപ്പോൾ അതിന് ഉത്തരം വായിക്കാം. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്ത ഉത്തരം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 27ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നത സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നതാണ്. അതിനുത്തരം രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന് നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേരെന്ത്? ആ സ്കോളർഷിപ്പിൻ്റെ പേരാണ് വിദ്യാ സമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ PM നരേന്ദ്രമോദി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അതല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഈ കൊടുത്ത ഉത്തരങ്ങളെല്ലാം ശരിയാണ്, വായിക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. അടുത്തത്, ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. മൂന്നാമത്തെ ശരിയായത്, കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 31ാമത്തെ ചോദ്യം, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഉത്തരം സിറോഫ്താൽമിയ. 33ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? അതിനുത്തരം റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം വായിക്കാം. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. അടുത്ത ഉത്തരം, മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകൾ ഉണ്ട്. ഇനി 35ാമത്തെ ചോദ്യം, അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിനുത്തരം വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോന ലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഉത്തരം റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിനെയാണ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇനി 38 മുതൽ ഉള്ള ചോദ്യങ്ങൾ മാത്തമാറ്റിക്സും സയൻസുമാണ്. അതിനാൽ അതിവിടെ വായിക്കുന്നില്ല. ഇനി 71 മുതൽ ആരംഭിക്കാം. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. അതിനുത്തരം സൗമിത്രി. പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായപദം എടുത്തെഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം അതിന് ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? അതിനുത്തരം തീ. വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീത പദമാണ് ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്?
വായിക്കാം. ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേൾ പ്ലസ് തു ആയി തീരും. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. അതിനെയാണ് കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി സൂചിപ്പിക്കുന്നത്. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. തന്നിരിക്കുന്നവയിൽ ഗണനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഘാതകനാണ്. ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. അതീവ സുരക്ഷാ ജയിൽ പാർപ്പിക്കേണ്ട തടവുകാർ. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരെല്ലാമാണ് എന്നതാണ് 81ാമത്തെ ചോദ്യം. അതിനുത്തരം ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, പിന്നെ തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? അപ്പോൾ ശരിയല്ലാത്തത് വായിക്കാം. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? അതിനുത്തരം വെൽഫെയർ ഓഫീസറാണ് കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടത്. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? പോലീസ് DGP ആണ് അംഗമല്ലാത്തത്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തിരഞ്ഞെടുക്കുക. ശരിയായവ വായിക്കാം. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയോ? ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം ഉപയോഗിക്കേണ്ടത്? IG റാങ്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? അതിനുത്തരം നിയമമന്ത്രിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതാണ്? 5 വർഷം കാലാവധി. 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പു നൽകുന്നു? 19ാമത്തെ അനുച്ഛേദമാണ് വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഉറപ്പു നൽകുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? അതിനുത്തരം 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളത്?
ഉത്തരം വായിക്കാം. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. അടുത്തത് വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം. അവസാനത്തേത് അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. 96-ാമത്തെ ചോദ്യം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അബ്രഹാം മസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം വായിക്കാം. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. അടുത്തത് ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. അവസാന ചോദ്യം. ഹോവാർഡ് ഗാർഡ്നറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ് എന്നതാണ് 100-ാമത്തെ ചോദ്യം. അതിനുത്തരം സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഇത്രയുമാണ് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് വേണ്ടി 27 മെയ് 2025 നടന്ന ചോദ്യോത്തരങ്ങൾ.